അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടില്ല എന്ന് തീരുമാനിച്ചതാണ്. ഇനി അതിനെ കുറിച്ച് പറയണ്ട. അവർ എന്തെങ്കിലും പരിപാടി നടത്തട്ടെ, അവർക്ക് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ആ വിഷയം ഉപേക്ഷിച്ചതാണ്, വിട്ടതാണ്. പക്ഷെ നമ്മുടെ പിന്നാലെ വരുമ്പോൾ പല കളവുകളും പ്രചരിപ്പിക്കുമ്പോൾ മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. അസ്സലാമു അലൈക്കും. ഇത് അറിവിൻ നിലാവ് സഫാൻ സഖാഫിയെ സംബന്ധമായിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. ഇന്നലെ സിദ്ദീഖ് സൂരി നിസാമിയുടെ ഒരു ചാനലിലൂടെ പുറത്തു വന്ന വീഡിയോ ആണ്. അതിൽ പറയുന്ന വിഷയങ്ങള് അദ്ദേഹത്തെ കുറിച്ചും അതുപോലെ തന്നെ മറ്റു ചില ആളുകളെ കുറിച്ചും അപവാദം പറഞ്ഞുകൊണ്ട് സഫാൻ സഖാഫി രംഗത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അതിൽ പരാമർശിക്കുന്നത്. ഈ വീഡിയോയിലൂടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹം എന്താണ് അവിടെ പറയുന്ന കാര്യങ്ങൾ എന്നുള്ളതൊക്കെയാണ്. ഇദ്ദേഹത്തിന്റെയും അതുപോലെ മുഹമ്മദ് അഹ്സനിയുടെയൊക്കെ പേരില് ഇവർ പുറത്തിറക്കിയ ഒരു കള്ള മാപ്പപേക്ഷയെ കുറിച്ചൊക്കെ അവിടെ സിദ്ദീഖ് സൂരി നിസാമി പരാമർശിക്കുന്നുണ്ട്. ആ വീഡിയോ നമ്മൾ ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. അത് ചേർക്കുന്നതിന് മുമ്പ് എന്താണ് സഫാൻ സഖാഫി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചെറിയൊരു ഭാഗം കാണിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോവാം. പക്ഷേ എന്തായി, ഒരു ആൺകുട്ടിക്ക് പോലും ഇന്ന് വരെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തെളിവ് സഹിതം തെളിയിക്കാനോ പത്തപ്പിരിയത്തെ ഇത്രയും കാലം ഞാനുണ്ടായിട്ട് ഒരു ഉമ്മ പറ്റാൻ മക്കൾക്ക് പോലും അതിന്റെ യാഥാർത്ഥ്യം കൊണ്ടുവരാനോ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അത് മരണം വരെ നിങ്ങളെ കൊണ്ട് കഴിയുകയുമില്ല. ഈ ഒരു പരാമർശം കൂടിയാണ് ഈ വീഡിയോ ചെയ്യുവാനുള്ള കാര്യം. ഉമ്മ പെറ്റ ആൺകുട്ടികള് എവിടെയാണ് വാപ്പ ആൺകുട്ടിയാണെങ്കിലും വേണ്ടില്ല പെൺകുട്ടിയായാലും വേണ്ടില്ല വാപ്പ പെറാറുള്ളത്? ഇല്ല, എവിടെയും വാപ്പ പെറാറില്ല. എല്ലാ മക്കളെയും ഉമ്മയാണ് പെറ്റിട്ടുള്ളത്. എന്റെ ഉമ്മയാണ് പെറ്റിട്ടുള്ളത്. ഈ പറയുന്ന ഈ മുസ്ലിയാരെ ഉമ്മയാണ് പെറ്റിട്ടുള്ളത്, അല്ലാണ്ട് മുസ്ലിയാരെ വാപ്പയെന്നല്ല പെറ്റെടുക്കുന്നത്. അല്ലേ? ഉമ്മ പെറ്റ മക്കള് ഇങ്ങനെ അടിക്കടി ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഉമ്മയാണ് പെറാറുള്ളത് മുസ്ലിയാരെ. അത് ഇനിയും താങ്കൾ ഇങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് അല്ലേ, അല്ലെങ്കിൽ പിന്നെ താങ്കൾ സ്ഥാപിക്കണം വാപ്പ പെറ്റ മക്കൾ ഇതാ അങ്ങനെ നിരന്നു നിൽക്കണു എന്നുള്ളത്. അല്ലെങ്കിൽ താങ്കളെ വാപ്പ വെറ്റിക്കുകയാണെങ്കിൽ അത് താങ്കൾ പറയണം. അപ്പൊ ആ ഒരു പരാമർശം അത് നല്ലതല്ല. പിന്നെ ചില ആളുകൾ പറയാറുണ്ട് വാപ്പയ്ക്കുണ്ടായത് എന്നുള്ളതൊക്കെ. അത് ഇവിടെ സിദ്ദീഖ് സൂരി നിസാമി പരാമർശിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, വ്യക്തമാക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ പരാമർശത്തെ സംബന്ധിച്ചൊക്കെ സിദ്ദീഖ് സൂരി നിസാമി അവിടെ വ്യക്തമാക്കുന്നുണ്ട്. എന്താണ് സിദ്ദീഖ് സൂരി നിസാമി അവിടെ പറയുന്ന കാര്യങ്ങൾ, അതിൽ എത്രത്തോളം പരമാർത്ഥമുണ്ട്, അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ എത്രത്തോളം പരമാർത്ഥമുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സിദ്ദീഖ് സൂരി നിസാമിയുടെ വീഡിയോയിലേക്ക്. അല്ലെങ്കിൽ ഇതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം മിണ്ടില്ല എന്ന് തീരുമാനിച്ചതാണ്. ഇനി അതിനെ കുറിച്ച് പറയണ്ട. അവർ എന്തെങ്കിലും പരിപാടി നടത്തട്ടെ, അവർക്ക് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ആ വിഷയം ഉപേക്ഷിച്ചതാണ്, വിട്ടതാണ്. പക്ഷെ നമ്മുടെ പിന്നാലെ വരുമ്പോൾ പല കളവുകളും പ്രചരിപ്പിക്കുമ്പോൾ മറുപടി പറയാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നു, നിങ്ങളൊന്ന് കേൾക്കുക. ഉമ്രക്ക് പോയിട്ട് അങ്ങനെയായി എന്നൊക്കെ പറഞ്ഞിട്ട് 110% പച്ചക്കള്ളം പറഞ്ഞു നടന്നില്ലേ പലരും. പക്ഷേ എന്തായി, ഒരു ആൺകുട്ടിക്ക് പോലും ഇന്ന് വരെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തെളിവ് സഹിതം തെളിയിക്കാനോ പത്തപ്പിരിയത്തെ ഇത്രയും കാലം ഞാനുണ്ടായിട്ട് ഒരു ഉമ്മ പറ്റാൻ മക്കൾക്ക് പോലും അതിന്റെ യാഥാർത്ഥ്യം കൊണ്ടുവരാനോ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അത് മരണം വരെ നിങ്ങളെ കൊണ്ട് കഴിയുകയുമില്ല. അത് യാഥാർത്ഥ്യമൊക്കെ കഴിഞ്ഞതാണ് മോനെ. എല്ലാ തെളിവുകളും പുറത്തുവിട്ടതാണ്. എന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ചതുകൊണ്ട് വേണ്ടാന്ന് കരുതി ഒഴിവാക്കിയതാണ്. വീണ്ടും അത് കുത്തിപ്പൊക്കാനാണ് ശ്രമമെങ്കിൽ അറിവിൻ നിലാവിന്റെ ഓഫീസ് കൂട്ടേണ്ടി വരും കേട്ടോ. ഒരു ആൺകുട്ടിക്ക് പോലും ഇന്ന് വരെ അതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തെളിവ് സഹിതം തെളിയിക്കാനോ പത്തപ്പിരിയത്തെ ഇത്രയും കാലം ഞാനുണ്ടായിട്ട് ഒരു ഉമ്മ പറ്റാൻ മക്കൾക്ക് പോലും അതിന്റെ യാഥാർത്ഥ്യം കൊണ്ടുവരാനോ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. തെളിവ് സഹിതം വരാൻ ഞങ്ങൾ തയ്യാറാണ്. ഏതെങ്കിലും നേതാക്കളുടെ അരികിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? തന്റെ ആഫീസിലേക്കല്ലടോ ക്ഷണിക്കേണ്ടത്, നേതൃത്വത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യാൻ ആണായി പിറന്നവര് നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ കൂടെ കൂട്ടിക്കൊണ്ടുവരൂ. പറഞ്ഞു വെച്ച കളവ് ശീലകളല്ല. അത് സ്വന്തം കുടുംബം പറഞ്ഞാലും കുടുംബത്തിന്റെ പുറത്തുള്ളവരെ പറഞ്ഞാലും ഇല്ലാത്തത് പറഞ്ഞാൽ നോക്കി നിൽക്കുമെന്ന് ഒരാളും കരുതണ്ട.
കുടുംബത്തിൽ നിന്ന് പറഞ്ഞതാരാ? നിന്റെ അമ്മാവനാണ്, നിന്റെ ഉസ്താദാണ്. ഇത്രയും വലിയ മഹാനായ ഒരു പണ്ഡിതനായ ഉസ്താദായ അമ്മാവൻ നിന്നെ കുറിച്ച് പറഞ്ഞപ്പോൾ നീ ചെയ്ത തെമ്മാടിത്തരോ വിശുദ്ധ മക്കയിൽ ചൊന്നുകൊണ്ട് മദീനയിൽ ചൊന്നുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ വെച്ചുകൊണ്ട് തെമ്മാടിത്തരങ്ങൾ ചെയ്തപ്പോൾ ഉസ്താദ് നിന്നെ വിളിച്ച് ഉപദേശിച്ചപ്പോൾ നിന്നെ വയക്ക് പറഞ്ഞപ്പോൾ നിന്റെ അഹങ്കാരം മുത്തുകൊണ്ട് ആ ഉസ്താദിനെതിരെ പല്ലിടിച്ച് കൊഞ്ഞനം കാട്ടിയവനല്ലടോ താന്. നിനക്ക് ധൈര്യമുണ്ടോ? ആൺകുട്ടികളെ പോലെ നേതൃത്വത്തിന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് ഉസ്താദിനെയും മുന്നിൽ വെച്ചുകൊണ്ട് ആ പെൺകുട്ടികളെയും മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? കൂടിയവരെ നിങ്ങളോടും സ്നേഹത്തോടെ പറയാൻ, നിങ്ങളെ കൂട്ടത്തിലും ഇത് പറയാൻ പറ്റിയ ഉമ്മവറ്റ മക്കളുണ്ടെങ്കിൽ, നിങ്ങളെ കൂട്ടത്തിലും ഇത് പറയാൻ പറ്റിയ ഉമ്മവറ്റ മക്കളുണ്ടെങ്കിൽ, നിങ്ങളെ കൂട്ടത്തിലും ഇത് പറയാൻ പറ്റിയ ഉമ്മവറ്റ മക്കളുണ്ടെങ്കിൽ, ഇടക്കിടക്ക് നീ പറയുന്നൊരു ഡയലോഗാണ് ഉമ്മവറ്റ മക്കളുണ്ടെങ്കിലെന്ന്. തിരിച്ചങ്ങോട്ടൊരു ബാപ്പയ്ക്ക് ജനിച്ച മക്കളുണ്ടെങ്കിലെന്ന് പറയാൻ ഞങ്ങളെ കൊണ്ട് കഴിയാഞ്ഞിട്ടല്ല, അറിയാഞ്ഞിട്ടുമല്ല. അത് ഞങ്ങളുടെ സംസ്കാരത്തിന് യോജിച്ച വാക്കുകളല്ല. സമയം നാട്ടിലേക്ക് എത്തുന്നവരെ ഞാൻ വിദേശത്തായതുകൊണ്ട് ഒന്നും പറയൂല എന്ന് കരുതിയിട്ട് നാട്ടിലെത്തുന്നവരെ പലതും പറഞ്ഞു നടന്നവരെ നിങ്ങളിപ്പോ എവിടെ? പലതും പറഞ്ഞു നടന്നവരെ നിങ്ങളിപ്പോ എവിടെ? പലതും പറഞ്ഞു നടന്നവരെ നിങ്ങളിപ്പോ എവിടെ? ഞങ്ങളൊക്കെ ഇവിടെ തന്നെയുണ്ട് മോനെ. നീ പറയാൻ തുടങ്ങിയത് കൊണ്ട് ഞങ്ങളും തുടങ്ങുകയാണ്. ഇനി ഓരോന്നോരോന്നും ജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ടല്ലാതെ ഇനി വിശ്രമമില്ല. നിങ്ങളെ കാട്ടിക്കൂട്ടിയ ഓരോ കള്ളത്തരങ്ങളും ഞങ്ങളെ മുന്നിലുണ്ട്. നിങ്ങളെ മാപ്പേരി കൊടുത്തത് ഞങ്ങളെ കയ്യിലുണ്ട്. പോലീസുകാരോട് ഞങ്ങൾ അടുക്കൽ തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് ഉളുപ്പില്ലാതെ മാപ്പേരി ഒപ്പ് ചെയ്ത് വെച്ച രേഖ ഞങ്ങളെ കയ്യിലുണ്ട്. കാണേണ്ടവരായിരുന്നില്ല, ഓഫീസിലേക്ക് വന്നോളൂ, കാണിച്ചു തരാം. പക്ഷേ അത് നിങ്ങൾ പോലെ സോഷ്യൽ മീഡിയയിൽ വെറുതെ വശനാക്കാനത് ഞങ്ങളില്ല. കാരണം വശനാവാൻ പോകുന്നത് നിങ്ങളാണ്. നിങ്ങൾ മപ്പയിൽ കൊടുത്തത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൊടുക്കാം. പക്ഷേ നിങ്ങളാണ് അവിടെ വശനാകുന്നത്. നിങ്ങളെ പോലെ ഉറപ്പില്ലാത്ത സംഗതി ഞങ്ങളെ ചെയ്യും. സോഷ്യൽ മീഡിയയിൽ ഇടാൻ ധൈര്യമില്ല. അത് നിങ്ങൾ എന്താണ് കാണിച്ചു കൊടുക്കുന്നത് എന്നൊക്കെ ഞങ്ങൾക്കറിയാം. അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ട് കുറെ ദിവസങ്ങളായി. പിന്നെ വേണ്ടാന്ന് കരുതി അങ്ങ് വിട്ടതാണ്. എങ്ങനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയെന്നല്ലേ? സോഷ്യൽ മീഡിയയിലൊന്നും പ്രചരിപ്പിക്കാതെ ഞങ്ങളുടെ കയ്യിലേക്ക് അതെങ്ങനെ കിട്ടി? അത് നിങ്ങളുടെ ഓഫീസിൽ തന്നെ ഉണ്ടോ ഞങ്ങൾക്ക് എത്തിച്ചു തരാൻ ആളുകള്. അത് മനസ്സിലാക്കിയാൽ മതി. ഇനി അവര് പുറത്തു വിടുന്ന, അവര് അവരുടെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കുന്ന, ഞങ്ങൾ മാപ്പ് ചെയ്ത് കൊടുത്തു എന്ന് പറയുന്ന ആ കത്തൊന്ന് സ്ക്രീനിൽ നിങ്ങളൊന്ന് കാണുക. നോക്കിക്കോളൂ. അതിൽ എഴുതി കൊടുക്കുന്നത് ആർക്കെ മാപ്പ് പറഞ്ഞത്? അരവിന്ദ് നിലാവിനോടും ഈ സഫ്വാനോടും ഞങ്ങൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ പറയുന്നത്. എന്നാൽ അതൊന്നും നിങ്ങൾ വായിക്കുക. അവർ പറയുന്ന, പ്രചരിപ്പിക്കുന്ന ആ കടലാസ് അതൊക്കെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് നിങ്ങൾ നോക്കുക. അതിൽ എഴുതുന്ന ഒരു ഭാഗം, പ്രസക്തമായ ഒരു ഭാഗം, എടവണ്ണ പത്തപ്പിരിയം ബ്രാക്കറ്റിൽ മലപ്പുറം ജില്ല ദേശത്തെ കറുത്തേടത്ത് മുഹമ്മദ് അഹ്സനിയും വയനാട് ജില്ല പൊഴുതന ദേശത്ത് ചെമ്പൻ സിദ്ദീഖ് സുഹരിയും മലപ്പുറം ജില്ല ആനക്കയം ദേശത്ത് മഞ്ചപ്പുള്ളിയൻ ഫസലുർ റഹ്മാൻ എന്നിവരും ചേർന്ന് ബോധിപ്പിക്കുന്നത്. ആര്? ഈ മൂന്നാളുകൾ ബോധിപ്പിക്കുന്നത്. ഇത് ശ്രദ്ധിക്കണം. ഞങ്ങൾക്ക് 3 പേർക്കും അറിവിൻ നിലാവ് ട്രസ്റ്റിനും എതിരായി താങ്കളുടെ സ്റ്റേഷനിൽ സൗദ എന്നവർ ഒരു പരാതി നൽകിയിട്ടുള്ളതാണ്. ആർക്കെതിരെ? ഞങ്ങൾക്ക് 3 അറിവിൻ നിലാവിനും എതിരെ. ആരാ പരാതി കൊടുത്തത്? സൗദ എന്ന് പറഞ്ഞപ്പെടുന്നു. ഒരു കത്തെഴുതി ഉണ്ടാക്കാനും കൂടി അറിയില്ല. ആരോടാ മാപ്പ് പറഞ്ഞ? അറിവിൻ നിലാവിനോടാ മാപ്പ് പറഞ്ഞത് ഇവര് പറയുന്നത്. മാപ്പ് എഴുതി കൊടുത്തു. എന്നിട്ട് ആരാണ്? ഞങ്ങൾക്ക് 3 പേർക്കും അറിവിൻ നിലാവ് ട്രസ്റ്റിനും എതിരായി താങ്കളുടെ സ്റ്റേഷനിൽ സൗദ എന്ന പെണ്ണ് പരാതി നൽകിയത്. അപ്പൊ ആർക്കാ പരാതി? മാപ്പ് പറയുന്നത് ഇപ്പൊ സൗദനോടോ അറിവിൻ നിലാവിനോടോ? ഒരു കത്തേതാണ്, ഒരു നിർമ്മിച്ചുണ്ടാക്കിയതാണ്. എന്നാലും അതുപോലെ അറിയില്ലെങ്കിൽ ഇത്രയും വിവരം കെട്ട ആളുകളാണോ നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്? ഇനി അവിടെ ഒപ്പിട്ടത് നിങ്ങളൊന്ന് നോക്കാം. ലാസ്റ്റ് മുഹമ്മദ് അഹ്സനി, സിദ്ദീഖ് സുഹരി, ഫസലുർ റഹ്മാൻ 3 ആൾ ഒപ്പിട്ടത്. ഇത് ഒരാളെ ഒപ്പ്, ഞങ്ങളെ 3 ആളിൽ ഒരാളുടെ ഒപ്പ് അല്ലാതെ അത് അവര് നിർമ്മിച്ചുണ്ടാക്കിയതാണ്. സ്റ്റേഷനിൽ പോയിട്ട് 3 ആളും പോയി ഒപ്പിട്ടെന്നുള്ള പച്ച നുണയാൻ ഒളിപ്പില്ലാതെ വിശുദ്ധ റമദാനിൽ കളവ് പറഞ്ഞിട്ട് ആളുകളെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. കേട്ടോ, റമദാനിലും വിശ്വാസല്ലേ? എങ്ങനെ റമദാനിൽ വിശ്വാസം ഉണ്ടാകും? ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അഭിനയങ്ങളല്ലേ?
വിശുദ്ധമാനായ മക്കയിൽ ചെന്ന് മദീനയിൽ ചെന്ന് അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കടേ എന്ന് കരഞ്ഞു പറയേണ്ട ആ വിശുദ്ധ മണ്ണിൽ പോലും പോയിട്ട് തെമ്മാടിത്തരങ്ങളെ ചെയ്ത് ശീലിച്ചവർക്ക് എന്ത് റമദാൻ, എന്ത് അല്ലാഹു, എന്ത് ഖിയാമത്ത് നാള്, ഒന്നിലും വിശ്വാസമില്ല എന്നാ തോന്നുന്നത്. എടോ, ഈ പറയുന്ന കളവുകൾ മുഴുവനും നാളെ പൊളിയുന്നൊരു ദിവസമില്ലേ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. വായകൾക്കൊക്കെ ശീലടിച്ചു പോയി, കൈകൾ സംസാരിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്, കാലുകൾ സാക്ഷി നിൽക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. പ്രവർത്തിച്ച കാര്യങ്ങളെ കൊണ്ടൊക്കെ നാളെ കൈകൾ സംസാരിക്കുകയും കാലുകൾ സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ടെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? തന്റെ ലീലാവിലാസങ്ങൾ ചെയ്യുന്നതിന് കൂട്ടു നിൽക്കുന്നവരുണ്ടല്ലോ, അവരും നെഞ്ഞത്ത് കൈവച്ചുകൊണ്ടെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അല്ലാഹുവിന്റെ കോടതിയില് ഈ കിട്ടുന്ന നക്കാപ്പിച്ചുണ്ടാവൂല.